ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഒരു ചക്കക്കൂട്ടാൻ കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ രാവിലെ തന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അത് കൊണ്ടുവന്ന് മുത്തശ്ശി അത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിയുകയാണ് കറി വെക്കുന്നതിന് ആവശ്യമായി. അപ്പോൾ നമുക്കിത് രാവിലെ ചക്ക മുറിക്കുന്നതും അത് ചുളയെടുക്കുന്ന വീഡിയോ ഒന്നും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പം മുത്തശ്ശി അതിനകത്ത് കുറച്ച് ചക്കക്കുരു മാറ്റിയിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു എന്തായാലും ഇതിനകത്ത് ഇടേണ്ടി വരും. കാരണം കൂട്ടാനകത്ത് ചക്കക്കുരു ഇച്ചിരി ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഇല്ല എന്നാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞ് അത് വേവിക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. മുത്തശ്ശി അത് കുറേശ്ശെയൊക്കെ ആയിട്ട് വെള്ളം തോന്നതിന് ശേഷം വാരി നമ്മൾ അതിനകത്ത് ചട്ടിയിലോട്ട് വെക്കുകയാണ് മുത്തശ്ശി. വളരെ പഴയ തനിമയിലൊക്കെയാണ് പുള്ളിക്കാരി കറി വെക്കുന്നത്. അപ്പം മുത്തശ്ശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ ആയ രീതിയിലൊന്നും ഇടപെടുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എല്ലാം തന്നെ ചെയ്യണം. അത് എല്ലാം അതിൻ്റെതായ രീതിയിലും ചിട്ടയിലുമൊക്കെ പുള്ളിക്കാരി ചെയ്യത്തുള്ളൂ. മുത്തശ്ശി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ മുത്തശ്ശി അതിനകത്ത് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് അത് വേവിക്കാൻ വേണ്ടി അത് അടച്ചു വെച്ചു. കിട്ടുന്നത് ഒന്ന് വാടണം. വാടിയതിന് ശേഷം ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാൻ പറ്റും. അതിന് വേണ്ട ആവശ്യമായ നാളികേരമൊക്കെ മുത്തശ്ശി തന്നെയാണ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളത് സഹായിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അത് ചക്ക ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം വാടി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ തേങ്ങാരപ്പ് ചേർക്കുകയാണ്. അതിനകത്ത് കുറച്ച് മസാലകളൊക്കെ ചേർക്കും, അതൊന്നും പറയുന്നില്ല. അപ്പം അതിനകത്തോട്ട് ആ തേങ്ങ അരപ്പ് നമ്മൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. നമ്മളതിൻ്റെ ആ പാകത്തിന് ഒന്ന് ഇളക്കണം. അത് മുത്തശ്ശി തന്നെയാണ് അത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇളക്കി നമ്മൾ ഒരു വാഴയില വെച്ചൊക്കെ അടച്ചെന്ന് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി നമ്മൾ തുറക്കുകയാണ്. തുറന്ന് അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നല്ല രീതിയിലാണ് അരപ്പിൻ്റെയും ചക്കയുടെയും ഒരു പ്രത്യേക മണം. അപ്പോൾ മുത്തശ്ശി തന്നെ അതൊരു പ്ലേറ്റിലോട്ട് തന്നെ വിളമ്പി. അപ്പോൾ മുത്തശ്ശി വേറെ പ്രത്യേകത, മുത്തശ്ശി തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് കൊടുക്കത്തുള്ളൂ. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ. അങ്ങനെ മുത്തശ്ശി തന്നെ അത് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പം മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടുണ്ട്.